ഓം ഹ്രീം നമോ ബ്രഹ്മശ്രീരാജിതേ രാജപൂജിതേ ജയ ജയ ത്രിഭുവനശങ്കരി ലോകശങ്കരി ഓം ഹ്രീം ശിവശിവ. ഓഹോ. പരിഹസിക്കുകയാണോ? ശ്രീ ഹും ഫട്ട്. നശിപ്പിക്കരുത്. വരൂ എന്റെ കൂടെ. ശരി, നീ ഇനി ഇതിനുള്ളിൽ കഴിഞ്ഞോളൂ. അവിടുത്തെ ഇഷ്ടം. എടോ ശങ്കുശാരെ, ഞാൻ മാന്ത്രിക സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ എന്തെന്ന് ചിന്തിക്കുക. അയ്യോ, അതെന്താങ്ങുന്നേ? കുടുംബസ്ഥനാകാൻ താനെന്താ ഒന്നും മിണ്ടാത്തത്? അയ്യോ, മിണ്ടാനുള്ള ശക്തി ഇല്ലേ? എനിക്ക് ബ്രഹ്മചര്യം മതിയായി. പിൻഗാമിക്ക് മന്ത്രോപദേശം കൊടുക്കാതെ താൻ ഒഴിയാൻ പറ്റുമങ്ങുന്നേ? ആർക്ക് കൊടുക്കൂടോ? കളിയിക്കലെ ഷെയർ ഞാൻ കൊടുക്കില്ല. മറ്റ് ശാഖകളിലൊന്നും പറ്റിയ ആളുമില്ല. എന്റെ അനന്തരവന് വയസ്സ് 12 ഉള്ളൂ. ഇവന്റെ പാഴ്മനസ്സിൽ തോന്നുന്നത് ബോധിപ്പിച്ച അവിടുന്ന് കോപിക്കരുത്. മാന്ത്രിക സ്ഥാനം കൈവിടാതെ മുഴുവനും പറയടോ. സ്ഥാനം കൈവിടാതെ തന്നെ കുടുംബസ്ഥനാകരുതോ എന്നാണ് ശങ്കു ചോദിക്കാൻ വന്നത്. തറവാട്ട് നിയമം തെറ്റിച്ച് അധർമ്മം പ്രവർത്തിക്കണമെന്നാണോ താൻ പറയുന്നത്? ഈ ധർമ്മവും അധർമ്മവും ഒക്കെ നമ്മുടെ സങ്കല്പങ്ങളാ അങ്ങുന്നേ. വന്നാട്ടെ വന്നാട്ടെ. കുട്ടിയെ വിളിക്കൂ. എന്നാ ഇനി ആവട്ടെ. കേശവനാരുടെ മകളെ താൻ കണ്ടില്ലേ? അയ്യോ, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. മഹാലക്ഷ്മിയെ പോലൊരു പെൺകൊച്ച്. ഞാൻ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കുക ശങ്കുശാരെ. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ എന്ന് പറയുന്ന പോലെയാണ്. ശങ്കുശാരെ, ജാതകപ്പൊരുത്തം ഉണ്ടെങ്കിൽ
കേശവൻ നായർ അദ്ദേഹത്തിന് സമ്മതമാണത്രേ. കുമാര കുമാര, കല്യാണം കഴിക്കണമെങ്കിൽ നീ മാന്ത്രിക സ്ഥാനം കൈയൊഴിയണം. വടക്കേതിലെ ശേഖരനെ മന്ത്രോപദേശം കൊടുത്തേക്കും. അമ്മേ, ശേഖരന് മന്ത്രോപദേശം കൊടുക്കാൻ വയ്യെങ്കിൽ കൊച്ചുരാമന് മാന്ത്രികനാക്കൂ. അമ്മ പൊറുക്കണം. ഞാൻ മരിക്കും വരെ ഞാൻ തന്നെയാ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ. മാന്ത്രികൻ ബ്രഹ്മചാരിയാകണമെന്നത് വെറും സങ്കല്പമാണമ്മേ. മങ്കു അമ്മയുടെ ഇഷ്ടക്കാരൻ എന്നല്ലേ നമ്മുടെ തറവാട്ടിന് മന്ത്രസിദ്ധി കിട്ടിയത്? ഗുരുത്തദോഷി, ഗരുഡദാസന് വിവാഹ ജീവിതം പാടില്ലടാ. നീ അപകടത്തെ വിളിച്ചു വരുത്തുകയാ. എന്റെ പിതൃക്കളെ, ഈ തറവാട് നശിക്കുന്നതിന് മുമ്പായി ഇവളെ അങ്ങ് വിളിക്കണേ.